ഗുഡ് മോർണിംഗ് ഓൾ. റീഗൽ ആക്മി കോളേജിലെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കിന്ന് NAOS സീനിയർ സെക്കൻഡറി വിഭാഗത്തിലെ മലയാളം സബ്ജക്റ്റാണ് നമുക്കിന്ന് ഇവിടെ നോക്കാൻ പോകുന്നത്. അതിലെ ചാപ്റ്റർ 14 ഉതുപ്പാന്റെ കിണർ, ഇതാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ നമുക്കറിയാം ഒരു ചെറുകഥ, ഇതൊരു ചെറുകഥയാണ്. ഇതിലെ പ്രധാന കഥാവിഷയം എന്ന് പറയുന്നത് നമ്മുടെ ഉതുപ്പാനും കിണറുമാണ്. വേറെ കഥാപാത്രങ്ങളൊക്കെ വേറെ നിഴൽ മാത്രമാണ്. മെയിനായിട്ടുള്ള കഥാപാത്രം എന്ന് പറയുന്നത് ഉതുപ്പാൻ ആൻഡ് കിണർ. ഈ രണ്ട് പേരുമാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള കഥാപാത്രങ്ങൾ. ആദ്യം നമുക്ക് ഈ കഥയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ ഗ്രന്ഥകാരൻ, അതായത് നമ്മുടെ ഈ ചെറുകഥ എഴുതിയത് ആരാണെന്ന് നമുക്ക് നോക്കാം. പ്രശസ്തനായ ഒരു ചെറുകഥാകൃത്തായ കാരൂർ നീലകണ്ഠൻ പിള്ളയാണ് നമ്മുടെ ഈ ഒരു ചെറുകഥ എഴുതിയിട്ടുള്ളത്. അദ്ദേഹം നമ്മുടെ കോട്ടയത്തിനടുത്തുള്ള ഏറ്റുമാനൂരിലാണ് അദ്ദേഹത്തിന്റെ ജനനം. അദ്ദേഹം നമ്മുടെ അധ്യാപകനായിട്ടും സാഹിത്യ പ്രവർത്തക രംഗത്ത് സെക്രട്ടറി ആയിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. 200-ലധികം ചെറുകഥകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കൂടാതെ അദ്ദേഹത്തിന് 2 പ്രാവശ്യം കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഒരുപാട് തവണ ഇദ്ദേഹത്തിന് പല പല പുരസ്കാരങ്ങളും തേടി വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ചെറുകഥയാണ് നമ്മുടെ ഉതുപ്പാന്റെ കിണർ എന്ന് പറയുന്നത്. ഇതിൽ നമ്മുടെ സാഹിത്യ ലോകത്ത് അല്ലെങ്കിൽ പറയുമ്പോഴത്തേക്ക് ഒരു മുന്തിരിത്തോട്ടം എന്ന് പറയുന്നത് നമ്മുടെ ഒരു കവിതകളാണ് അല്ലെ. അതായത് അതിലെ ഒരു മുന്തിരി ചെടിയാണ് കവിത. പക്ഷേ നമ്മുടെ ഈ ഒരു ചെറുകഥയിൽ നമുക്ക് നോവലിന്റെ അത്രത്തോളം വലിയ ഒരു കഥയല്ല ചെറുകഥ എന്ന് പറയുന്നത്. നമുക്ക് ഇന്ന് നിലവിൽ പ്രചാരം വന്നിട്ടുള്ള ഏറ്റവും നല്ല ചെറുകഥകളിൽ ഒന്നാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഉതുപ്പാന്റെ കിണർ. ഈ ചെറുകഥയിൽ പല പല സംഭവങ്ങൾ, അല്ലെങ്കിൽ ചെറുകഥ എന്ന് പറയുന്നത് വളരെ വിവരണാത്മകമായിട്ട് എഴുതുന്ന ഒന്നല്ല. ഇതിൽ നമ്മുടെ മനുഷ്യരുടെ ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എങ്ങനെ മനുഷ്യൻ തരണം ചെയ്യും എന്നതിനെ കുറിച്ചുമാണ് നമ്മുടെ ഈ ചെറുകഥയിലൂടെ നമുക്ക് തരുന്ന ഓരോ പാഠവും. അത് തന്നെയാണ് നമ്മുടെ ചെറുകഥാകൃത്തായ കാരൂർ നീലകണ്ഠൻ പിള്ള നമുക്ക് തന്നിട്ടുള്ളത് ഉതുപ്പാന്റെ കിണർ. അദ്ദേഹം എങ്ങനത്തെ രീതിയിൽ കടന്നു വന്നു, അദ്ദേഹത്തിന്റെ ജീവിത സാഹചര്യങ്ങൾ എന്താണ് എന്നത് കൂടെ മാത്രമാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് കഥാഭാഗത്തിലേക്ക് പോകാം. അതായത് ഉതുപ്പാന്റെ കിണർ. ആദ്യമേ പറഞ്ഞല്ലോ, നമ്മുടെ ഉതുപ്പാൻ എന്ന് പറയുന്നത് ഒറ്റത്തടിയായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് ഉതുപ്പാൻ എന്ന് പറയുന്നത്. അദ്ദേഹം എവിടെയൊക്കെ കാണപ്പെടുന്നു, നമുക്കൊരു ക്വസ്റ്റ്യൻ രൂപത്തിൽ ചോദിച്ചാൽ ഉതുപ്പാൻ എവിടെയൊക്കെ, നമുക്ക് ആ നഗരത്തിൽ എവിടെയെല്ലാം ഉതുപ്പാനെ കാണാം എന്നതാണ് ആദ്യമത്തെ ക്വസ്റ്റ്യൻ എങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും ആൻസർ ചെയ്യുക? അതായത് ഉതുപ്പാൻ തുടങ്ങുന്നത് തന്നെ കഥാസന്ദർഭത്തിൽ ഉതുപ്പാൻ എവിടെയൊക്കെ കാണാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ നമുക്ക് പല പല ആ ഒരു ചെറു നഗരങ്ങളിൽ ഉതുപ്പാനെ കാണാൻ സാധിക്കുന്നത് ഹോട്ടലുകളുടെ വാതിക്കൽ, അതേപോലെ തന്നെ വണ്ടിപ്പേട്ടയിൽ, പിന്നെ കൂടാതെ തന്നെ വള്ളക്കടവിൽ, തന്നേക്കാൾ ഭാരമുള്ള ചുമരുകൾക്കിടയിൽ, അതേപോലെ തന്നെ ആൾക്കാർ ഉറങ്ങിക്കഴിഞ്ഞാല് പീഡിക തിണ്ണയിൽ, ഇവിടെയൊക്കെ നമുക്ക് ഉതുപ്പാനെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്കറിയാം ഒറ്റത്തടിയായി ജീവിതം കൊണ്ടുപോകുന്ന ഒരു കഥാപാത്രമാണ് ഉതുപ്പാൻ. അദ്ദേഹത്തെ നമുക്ക് എവിടെയൊക്കെ കാണാൻ സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് എവിടെയൊക്കെ കാണാൻ സാധിക്കും? എവിടെയൊക്കെയാണ്? ഹോട്ടലുകളുടെ വാതിൽക്കൽ, വണ്ടിപ്പേട്ടയിൽ, വള്ളക്കടവിൽ, തന്നേക്കാൾ ഭാരമുള്ള ചുവടിന് കീഴെ, കൂടാതെ പട്ടണം ഉറങ്ങിക്കഴിഞ്ഞാൽ പീഡികൾ തിണ്ണയിൽ വരെ നമുക്ക് ആരെ കാണാൻ സാധിക്കും? ഉതുപ്പാനെ കാണാൻ സാധിക്കും. അപ്പോൾ ഇത് തന്നെയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഏകദേശം ഒരു രൂപരേഖ കിട്ടിയല്ലോ. ഇനി നമുക്കൊക്കെ പറയാം, ഇദ്ദേഹം പണ്ട്, അതായത് ഇദ്ദേഹത്തിന്റെ നിത്യജീവിതം എങ്ങനെയാണ് ഇദ്ദേഹം കൊണ്ടുപോകുന്നത്. അതായത് ഒരു ദിവസം അദ്ദേഹം എങ്ങനെയാണ്, നമ്മൾ പറഞ്ഞു അനാഥനായ ഉതുപ്പാനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ജീവിത ശൈലി ഉണ്ടായിരിക്കും ഇല്ലേ. അപ്പൊ ഇങ്ങനെയൊക്കെ കിടന്നുറങ്ങുന്ന, അപ്പോൾ അനാഥനാവുമ്പോൾ നമുക്ക് ചിന്തിക്കാം ഇങ്ങനെയൊക്കെ ആയിരിക്കും ഒരു വ്യക്തി എന്ത് ചെയ്യുക, കിടന്നുറങ്ങുന്ന. അപ്പോൾ അദ്ദേഹത്തിന്റെ നിത്യ തൊഴിൽ എന്തായിരിക്കുമെന്നാണ് അടുത്ത നമുക്കൊരു ക്വസ്റ്റ്യൻ. അതായത് അദ്ദേഹം ഉതുപ്പാന്റെ നിത്യ ജോലികൾ എന്തൊക്കെ ആയിരുന്നു എന്നത് തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. അതിൽ പറയാനുള്ളത്, നമുക്ക് ഒഴിവുള്ള സമയങ്ങളിൽ അദ്ദേഹം പ്രാർത്ഥിക്കാനും സുവിശേഷ പ്രസംഗം കേൾക്കാനും ഒക്കെ തുടങ്ങി. അദ്ദേഹം ചെറു കാര്യങ്ങൾ ചെയ്യുന്നതിന് പുറമെ, ഒഴിവ് കിട്ടുന്ന സമയത്ത് ചെറിയ ചെറിയ ജോലികൾ ചെയ്യുന്നതിന് പുറമെ ഒഴിവ് സമയങ്ങളിൽ ഇദ്ദേഹം എന്ത് ചെയ്തു? പ്രാർത്ഥിക്കാനും സുവിശേഷ പ്രസംഗങ്ങൾ കേൾക്കാനും തുടങ്ങി.
കൂടാതെ ഇതെല്ലാം കേട്ടതിന് ശേഷം ഇദ്ദേഹം എന്ത് എഴുതു? വഴിമുക്കിലും ചന്തമുക്കിലുമൊക്കെ വേദോപദേശങ്ങൾ കൊടുക്കാൻ തുടങ്ങി. ആർക്കാണ് കൊടുക്കുന്നത്? യേശുദേവനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചെറു കുട്ടികളുടെ ഇടയിലേക്ക് ഇദ്ദേഹം എന്ത് ചെയ്തു? പറഞ്ഞു കൊടുക്കുന്നതും തുടങ്ങി. അപ്പോൾ ഇദ്ദേഹത്തിന്റെ നിത്യ തൊഴിൽ എന്തായിട്ട് മാറി? ചെറിയ ചെറിയ ജോലികൾക്ക് പുറമെ ഒഴിവുള്ള സമയങ്ങൾ ഇദ്ദേഹം എന്ത് ചെയ്തു? വേദോപദേശങ്ങൾ, ആ ക്ലാസ്സുകൾ കേൾക്കാനും പിന്നെ പ്രാർത്ഥിക്കാനും, കൂടാതെ എവിടെയൊക്കെയാണ്? വഴിവക്കിലും ചന്തമുക്കിലുമൊക്കെ വേദോപദേശങ്ങൾ ചെറു കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കാനും ആർക്ക് സാധിച്ചു? ഉതുപ്പാന് സാധിച്ചു. അങ്ങനെ ഉതുപ്പാൻ ആ ഒരു നിത്യ ജീവിതം നേടി അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കവേ അദ്ദേഹത്തിന്റെ സാഹചര്യത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു വീട് വയ്ക്കാൻ ഒരു ചെറിയ ഒരു പുരയിടം വാങ്ങേണ്ട, കുറച്ച് സ്ഥലം വാങ്ങേണ്ട ഒരു ശേഷി കൈവരികയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതശൈലി ഇങ്ങനെ ചെറുപ്പത്തിലെ തൊട്ട് അദ്ദേഹം അധ്വാനിച്ചും ഇങ്ങനത്തെ വേദോപദേശങ്ങൾ നടക്കിയതിന്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്തു? നഗരത്തിന്റെ ഒരു മൂലയില് പുതുതായി നിർമ്മിക്കപ്പെട്ട ഒരു റോഡിനാൽ ത്രികോണാകൃതിയിലെ ഒരു തുണ്ട് ഭൂമി അദ്ദേഹത്തിന് എന്ത് ചെയ്തു? വാങ്ങിക്കാൻ കിട്ടി. അപ്പോൾ ചിലപ്പോ അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, എന്താണ് അദ്ദേഹത്തിന്, അതായത് പറയുന്നത് സ്വന്തം ഭൂമിയിൽ എങ്ങനെയാണ് ആദ്യമായി അദ്ദേഹം വാങ്ങിയ ആ ഒരു സ്വന്തം ഭൂമി ഏതാണെന്ന് എങ്ങനെയാണെന്നാണ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമുക്ക് പറയാം, നഗരത്തിന്റെ ഒരു മൂലയിൽ പുതുതായി നിർമ്മിക്കപ്പെട്ട ഒരു റോഡിനാൽ ത്രികോണാകൃതി പ്രാപിച്ച ഒരു തുണ്ട് പുരയിടം വാങ്ങാനുള്ള ഒരു ഭാഗ്യം, അല്ലെങ്കിൽ ആ ഒരു പണം, അദ്ദേഹം ഇത്ര വർഷം കൊണ്ട് സ്വരൂപിച്ച പണം അദ്ദേഹത്തിന് ആ ഒരു തുണ്ട് പുരയിടം വാങ്ങാൻ സാധിച്ചു. ഓക്കെ, ഇത്രയും വാങ്ങിച്ചു അങ്ങേര്. എന്നാൽ സാധാരണ ജനങ്ങൾ എന്താ ചെയ്യുക? അവിടെ എന്തെങ്കിലും ഒരു വീട് വെക്കുകയോ അങ്ങനെ എന്തായിരിക്കും ചെയ്യുക? പക്ഷേ ഉതുപ്പാൻ ചെയ്തത് ആ ഒരു ചെറിയ പുരയിടത്തിൽ അദ്ദേഹം എന്ത് കുത്താൻ തീരുമാനിക്കുന്നു? കിണർ കുഴിക്കാനായിട്ട് ഉതുപ്പാൻ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഉതുപ്പാൻ എന്ത് ചെയ്യുന്നു? ആ ഒരു തുണ്ട് ഭൂമിയിൽ, ആ ഒരു തുണ്ട് പുരയിടത്തിൽ അദ്ദേഹം കിണർ കുത്തുകയാണ് ചെയ്തത്. അപ്പോഴാണ് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ പരിശ്രമ ഫലമായി അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഒരാൾ കൂടെ സഹായിക്കും. ആദ്യമേ ആരാണ് കുഴിച്ച് വന്നപ്പോഴത്തേക്കും ആദ്യമായിട്ട് അദ്ദേഹം വെള്ളം കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ സന്തോഷത്തിന്, തൻ്റെ ഭൂമിയിൽ താൻ കുഴിച്ച ആ ഒരു കിണറ്റിൽ ആദ്യമായി വെള്ളം കണ്ടപ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത, അതായത് തുള്ളിച്ചാടുക എന്ന് പറയത്തില്ല, അതുപോലെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷമാണ് ഉതുപ്പാന് കിട്ടിയത്. പക്ഷെ ഇത് മറ്റുള്ള ആൾക്കാർ, ജനങ്ങൾ അയാളെ അത്ര തന്നെ പ്രശംസിച്ചില്ല. കാരണം അയാളുടെ വിയർപ്പിൽ നിന്ന് വന്ന ആ ഒരു കിണറിലുള്ള വെള്ളത്തിന്റെ ആ ഒരു മഹത്വം ആരും തന്നെ കൽപ്പിച്ചില്ല എന്നത് തന്നെയാണ് ഇതിലുള്ള ഒരു പാഠത്തിൽ പറയുന്നത്. അപ്പോൾ ഇതില് ഇങ്ങനെ ആ ഒരു കിണർ കുഴിച്ച് വന്നു. അദ്ദേഹം വെള്ളം കാണും തോറും കിണർ കുഴിക്കുകയായിരുന്നു. പക്ഷെ അദ്ദേഹം 3 മാസം വരെ പണി ചെയ്ത് കിട്ടുന്ന കാശ് ഉപയോഗിച്ചിട്ട് 3 ദിവസം പണി ചെയ്യും. അപ്പോൾ അങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ് ആ കിണറിന്റെ പണി തന്നെ തീർന്നത്. അങ്ങനെ ആ ഉതുപ്പാൻ തന്റെ ഭൂമിയിൽ കിണർ കുഴിച്ചത് അദ്ദേഹത്തിന് ആ കിണർ എന്ന് പറയുന്ന സ്വന്തം മകളെ പോലെയാണ്. അങ്ങനെ എന്താണ് കരുതാൻ കാരണമെന്ന് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചാല എന്താണ്? അതായത് ഉതുപ്പാന്റെ കിണർ നമുക്ക് ആ ഒരു സ്വന്തം മകളെ പോലെയാണ് എന്ന് നമുക്ക് തോന്നാൻ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം അവിടെ ചിന്തിച്ചതെന്ന് ചോദിച്ചാല്, ഉതുപ്പാൻ തന്റെ ഭൂമിയിൽ കിണർ കുഴിച്ച് അരിഞ്ഞാണവും മതിലും കൽത്തൂണും കെട്ടി കിണറ്റുപാലവും വെച്ച് ഇങ്ങോട്ട് വരുവിൻ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഒരു ബോർഡും കൂടെ വയ്ക്കുന്നുണ്ട്. ഇവിടെ എന്ത് ചെയ്യാം? നമുക്ക് ആശ്വസിക്കാം, ഇങ്ങോട്ട് വരുവിൻ എന്ന് വെച്ചാൽ ആ കിണറിന്റെ എല്ലാം പൂർത്തിയായതിനു ശേഷം എന്താണ് ആ ഒരു ബോർഡിലോട്ട് വച്ചിട്ടുള്ളത്? ഇങ്ങോട്ട് വരുവിൻ, നമുക്ക് എന്താണ് ആശ്വസിക്കാൻ, ഇവിടെ ആശ്വസിക്കാം എന്ന് പറഞ്ഞ ഒരു ബോർഡും കൂടെ ആര് വെച്ചു? അത്രത്തോളം സന്തോഷത്തോടെ ഒരു മകളെ നോക്കുന്നത് പോലെയാണ് ആ കിണറ്റിലുള്ള ഓരോ കാര്യങ്ങളും, തൊട്ടി ആയിക്കോട്ടെ, അതിലുള്ള മതിലുകളാവട്ടെ, എല്ലാം പൂർത്തിയായിട്ട് ഒരു മകളെ പോലെയാണ് ആര് കരുതിയത്? നമ്മുടെ കിണറിനെ ആര് കരുതിയത്? ഉതുപ്പാൻ കരുതിയത്. അപ്പൊ ഇത് തന്നെയാണ് ഈ അവിടെ കയറും അതേപോലെ അതെല്ലാം കൂടെ കൊണ്ടാണ് ആ ഒരു കിണറിന് എന്തുകൊണ്ടാണ് അതെല്ലാം വാങ്ങിച്ചു കൊടുത്തതായിട്ട് മകളായിട്ട് താരതമ്യം ചെയ്യണം. മനസ്സിലായോ? ഒരു മകളിനെ എങ്ങനെയാണ് ഒരു അച്ഛൻ ഒരുക്കിക്കൊണ്ട് നടക്കുക, അല്ലെങ്കിൽ ഒരു മകളെ എങ്ങനെയാണ് അച്ഛൻ സ്നേഹിക്കുക, അതുപോലെ തന്നെയാണ് ഉതുപ്പാൻ ആ കിണറിനെയും സ്നേഹിച്ചത്. അത്രയാണ് ആ ഒരു ഇതിൽ വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. അതിന്റെ ക്വസ്റ്റ്യൻ എന്തായിരിക്കും എന്ന് വെച്ചാൽ,
യൗവനത്തെ ചവിട്ടി മെതിച്ച് മുന്നോട്ട് പോകുന്ന പുത്രിക്ക് സ്ഥിതിഗതികനായ വരൻ മംഗല്യ സൂത്രം ചാർത്തുന്ന മുഹൂർത്തത്തിൽ പിതാവിനുണ്ടാവുന്ന കൃതാർത്ഥ ആ കുടുംബശൂന്യതയുണ്ടാക്കി. എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായോ? എന്ന് വെച്ചാല് ആ ഒരു പുത്രിയെ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ വിവാഹ പ്രായമെത്തിയ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് അച്ഛൻ ചെയ്യുന്നത് എന്താണ്, അത് തന്നെയാണ് നമ്മുടെ ഇതിൽ പറയുന്നത്. അതായത് ഉതുപ്പാൻ തൻ്റെ ഭൂമിയിൽ കിണർ കുഴിച്ച് അരിഞ്ഞാണവും മതിലും കൽത്തൂണും കെട്ടി കിണറ്റുപാലവും വെച്ച് ഇങ്ങോട്ട് വരുവിൻ, ഇവിടെ ആശ്വസിക്കാമെന്ന് അതിനരികിൽ രേഖപ്പെടുത്തി വെച്ചു. ഒരു കപ്പി കൊളുത്തി തൊട്ടിയും കയറും ഇട്ടു. ഉതുപ്പാൻ തൻ്റെ കിണറിനെ സ്വപുത്രിയെ പോലെ സ്നേഹിച്ചു എന്നതാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഇതാണ് നിങ്ങൾ ആൻസർ ആയിട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത് നോക്കിയോ. ഇതില് ഉതുപ്പാൻ കിണറൊക്കെ കുഴിച്ചപ്പോൾ അവിടെ കുറെ വ്യക്തികൾ, അതായത് നാട്ടുകാർ പല പല അഭിപ്രായങ്ങൾ പറഞ്ഞു. അതായത് ഉതുപ്പാൻ ബുദ്ധിശൂന്യമായ കാര്യങ്ങളാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു 3 അഭിപ്രായങ്ങൾ നമ്മളെ ഈ ടെക്സ്റ്റിലുണ്ട്. അതായത് ഉതുപ്പാൻ ആ ഒരു കിണർ കുത്തിയപ്പോൾ ബുദ്ധിശൂന്യമായ കാര്യമാണ് ഈ ഉതുപ്പാൻ കാണിക്കുന്നതെന്ന് പറഞ്ഞ 3 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ ചില ആൾക്കാർ പറയുകയാണ്, അവിടെ ആ കിണർ കുത്തുന്നതിന് പകരം അവിടെ ഒരു കുടില് കെട്ടി വല്ല പുട്ടും പഴവും ഒക്കെ വിറ്റിരുന്നെങ്കിൽ ഉതുപ്പാന് സുഖമായിട്ട് കഴിയായിരുന്നു. കുറെ ആൾക്കാർ പറയുന്നതാണ്. എങ്ങനെയാണ്? അവിടെ ആ കിണർ കുഴിക്കുന്നതിന് പകരം ഒരു കട അല്ലെങ്കിൽ ഒരു കുടില് കെട്ടിയിട്ട് അവിടെ ഒരു പുട്ടും പഴമൊക്കെ വിറ്റിരുന്നെങ്കിൽ ഉതുപ്പാന് സുഖമായിട്ട് കഴിയാം, ചെലവിനുള്ളതെങ്കിലും കിട്ടിയേനെ എന്ന് ചിലർ പറയുമ്പോൾ, ചിലർ പറയുന്നത് കളിയാക്കുന്നത് എന്ന് വെച്ചാൽ ഉതുപ്പാന്റെ വക എന്നുകൂടെ അവിടെ എഴുതി വെക്കണം. എന്ന് വെച്ചാൽ പ്രശസ്തിക്ക് വേണ്ടിയാണ്, ഒരു കുടില് കെട്ടാതെ പ്രശസ്തിക്ക് വേണ്ടിയാണ് ആ കിണർ കുത്തിയതെന്നും ചിലർ, അതായത് ഉതുപ്പാന്റെ വകയെന്നൂടെ ആ കിണറിൽ എഴുതി വെച്ചെങ്കിൽ ഓക്കെ ആയിരുന്നു എന്നതാണ് ചില ആൾക്കാര് പരിഹസിക്കുന്നത്. എന്നാൽ ചില ആൾക്കാർ പറയുന്നത് അനുസരിച്ച് ഉതുപ്പാന് തീരെ ഗത്യന്തരമില്ലാതെ വരുമ്പോൾ അതിൽ നിന്നുള്ള വെള്ളം കുടിച്ചെങ്കിലും ചാകാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കിണർ കുത്തിയതെന്നും ആൾക്കാര് പറയുന്നു. ഇങ്ങനത്തെ ബുദ്ധിശൂന്യമായ 3 കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു കഥയിൽ പറയുന്നുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം, ബുദ്ധിശൂന്യമാണ്, ഉതുപ്പാന്റെ കിണർ കുഴിച്ചത് ബുദ്ധിശൂന്യമാണ് എന്ന് പറയുന്ന 3 കാരണങ്ങൾ എന്തൊക്കെയാണ് ആൾക്കാർ പറയുന്നതാണ്. അപ്പൊ ഒന്നെന്താണ്? അവിടെ ആ കിണറിന് പകരം ഒരു നമ്മുടെ കുടിലുണ്ടാക്കിയിരുന്നെങ്കിൽ അതിൽ പുട്ടും പഴവും വിറ്റുമെങ്കിൽ ആർക്ക് കഴിയാമായിരുന്നു? ഉതുപ്പാന് കഴിയാമായിരുന്നു എന്ന് ചിലർ പറയുന്നു. ചിലർ പറയുന്നു ഉതുപ്പാന്റെ കിണറെന്ന് ബോർഡ് വച്ചിരിക്കുന്നതാണ് അയാളുടെ പ്രശസ്തിക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഒരു കിണർ ചെയ്തതെന്നും അവിടെ അതിൽ ഉതുപ്പാന്റെ കിണറെന്നുകൂടി ഉതുപ്പാന്റെ വക എന്നുകൂടെ ചേർത്ത് എഴുതാമായിരുന്നു എന്നും ചിലർ പറയുന്നു ഒന്നും ആഹാരമൊന്നും കിട്ടാതെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിലുള്ള വെള്ളം കുടിച്ചെങ്കിലും ചാകാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ എന്ന കാര്യങ്ങളാണ്, ഒരു ബുദ്ധിശൂന്യമായ പ്രവൃത്തിയാണ് ഉതുപ്പാൻ കിണർ കുഴിക്കുന്നതിലൂടെ കാണിക്കുന്നതെന്ന് പല വ്യക്തികളും സൂചിപ്പിക്കുന്നു. നമുക്ക് അടുത്ത ഉതുപ്പാൻ ഈ കിണർ കുത്തിയപ്പോൾ അവിടെ പല പല പരിഷ്കാരങ്ങൾ നടത്തി. ഉതുപ്പാന് ആ ഒരു കിണർ വക്കത്ത് ചെയ്ത പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണെന്നാണ് അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ചോദിക്കാനായിട്ട് ഉള്ളത്. അതിനെ കുറിച്ച് ആ 2 വശത്ത്, അതായത് കിണർ കുത്തി അതെല്ലാം കറക്റ്റ് ആക്കിയതിനു ശേഷം ആ 2 വശത്തിൽ നിന്നും വെള്ളം കോരത്തക്ക വിധം 2 പാലം നിർമ്മിച്ചു. വെള്ളം കോരാൻ വേണ്ടിയിട്ട് സാധാരണ നമ്മൾ ഒരു ഇതല്ലേ നിർമ്മിക്കത്തുള്ളൂ. ഇത് 2 പാലം, വെള്ളം ആർക്ക് വേണമെങ്കിലും കോരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, അതിന് 2 പാലം നിർമ്മിക്കുകയും പിന്നെ കൂടാതെ പശുക്കൾക്ക് വെള്ളം കുടിക്കുവാൻ ഒരു കൽത്തൊട്ടിയും ഉണ്ടാക്കി. മനസ്സിലായില്ല? അത്രയും മാത്രമല്ല ചെയ്തത്, മനുഷ്യരെ മാത്രമല്ല സ്നേഹിച്ചത്, പശുക്കൾക്ക് വേണ്ടിയിട്ടും എന്ത് ചെയ്തു, ഉതുപ്പാൻ അവിടെ സജ്ജീകരണം ചെയ്തു. പശുക്കൾക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു കൽത്തൊട്ടി നിർമ്മിച്ചു. പിന്നെ കൂടാതെ തന്നെ മഴ നനയാതെ നിന്ന് വെള്ളം കോരത്തക്ക വിധം ഒരു പുരയും കിണറ്റുവക്കിൽ ഉതുപ്പാൻ ഉണ്ടാക്കി. ഇത്രയും സൗകര്യങ്ങൾ, അതായത് ഒന്നുമില്ലായിരുന്ന ഉതുപ്പാൻ എല്ലാ ജനങ്ങൾക്കും വേണ്ടിയിട്ട് നല്ല ഒരു കാര്യം ചെയ്തതാണ്. അപ്പൊ എന്തൊക്കെയാണ് ആ കിണറ്റിന് വേണ്ടി നടത്തിയ പരിഷ്കാരങ്ങൾ എന്ന് വെച്ചാൽ എന്തൊക്കെ നമുക്ക് എഴുതാം? 2 വശവും വെള്ളം കോരാൻ വേണ്ടിയിട്ട് 2 പാലങ്ങൾ നിർമ്മിക്കുകയും പശുക്കൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് കൽത്തൊട്ടികൾ ഉണ്ടാക്കുകയും മഴ നനഞ്ഞാൽ ആൾക്കാർക്ക് നനയാത്ത രീതിയിൽ എന്ത് ചെയ്തു, വെള്ളം കോരാൻ വേണ്ടി ഒരു കിണറ്റിന്റെ കരയിൽ ഒരു പുര, അതായത് ഒരു ചെറിയതായിട്ട് വെള്ളം നനയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പുരയും കൂടെ ആര് സ്ഥാപിച്ചു? നമ്മുടെ ഉതുപ്പാൻ സ്ഥാപിച്ചു. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ഇങ്ങനെ ആയിരിക്കണം ആൻസർ ചെയ്യേണ്ടത്.
പക്ഷേ അതിന് ആ ജനങ്ങൾ അത്രത്തോളം കണ്ടോ എന്ന് ചോദിച്ചാല് ഉതുപ്പാന്റെ കിണറിന് നേരിടേണ്ടി വന്ന ഉപദ്രവങ്ങൾ എന്തൊക്കെയായിരിക്കും. അപ്പൊ ഒരു കിണർ ഇദ്ദേഹം ഇങ്ങനെ ഇത്രയ്ക്ക് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ടും ആ ഒരു കിണറിന് നമുക്ക് ഉതുപ്പാന്റെ രീതിയിൽ, അതായത് ഉതുപ്പാന് ആ കിണറിന് നേരിടേണ്ടി വന്ന കാര്യങ്ങളാണ് അടുത്ത് പറയുന്നത്. അതില് പലരും ആ ഒരു കിണറിനെ പരിഹസിച്ച ആൾക്കാർ പോലും പലരും കുളി അവിടെ നിന്ന് തന്നെ ആക്കി. അതായത് എന്താണ്, ആ കിണറ്റിൽ നിന്ന് തന്നെ കുളിക്കുകയും ചെയ്തു. കൂടാതെ അവിടുത്തെ കുട്ടികൾ എന്ത് ചെയ്തു, അതിനകത്ത് ചപ്പും ചവറും എല്ലാം ഒക്കെ എടുത്ത് ഇടാനും തുടങ്ങി. പിന്നെ അതും പോരാഞ്ഞിട്ട് അവിടെ നിന്ന് ഏതൊക്കെ ദുരാഗ്രഹികളായ മനുഷ്യർ അതിന്റെ തൊട്ടിയും മറ്റൊരു പാപി എന്ത് ചെയ്തു, കപ്പിയും തൊട്ടിയൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോയി. മനസ്സിലായി. അപ്പോഴും ഉതുപ്പാന്റെ കിണറിന് നേരിടേണ്ടി വന്ന അതെന്താണ്, വെള്ളം കോരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു കിണർ വെച്ചത്, ആൾക്കാർക്ക് കുടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്ത് ചെയ്തു, അവിടെ നിന്ന് തന്നെ കുളിക്കുന്ന ഒരു കാര്യം അവിടെ ആൾക്കാർ ചെയ്തു തുടങ്ങി. കൂടാതെ കുഞ്ഞു കുട്ടികളൊക്കെ എന്ത് ചെയ്ത് കല്ലൊക്കെ എടുത്ത് അതിനകത്ത് എറിയാൻ തുടങ്ങി. കൂടാതെ അതിലുള്ള കപ്പിയും തൊട്ടിയും എല്ലാം എന്ത് ചെയ്ത് ഏതൊക്കെ ദുരാഗ്രഹികളായ മനുഷ്യര് ആ തൊട്ടിയും കപ്പിയും വരെ എടുത്തോണ്ട് പോയി. ഇതാണ് നമ്മുടെ ഉതുപ്പാന്റെ കിണറിന് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ അടുത്ത ചിലതിന് നമുക്ക് അടുത്ത് പറയാനുള്ളത്, അദ്ദേഹത്തിന്റെ കഠിന പ്രയത്നം കൊണ്ട് ഇതെല്ലാം ചെയ്തു വെച്ചത് ആർക്ക് വേണ്ടിയിട്ടാണ്, മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ മനുഷ്യർ എന്ത് ചെയ്യുന്നില്ല, അത് മാനിക്കുന്നില്ല അല്ലെ. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി ഇതിങ്ങനെ വന്നുകൊണ്ടിരുന്നു. അപ്പോഴത്തേക്ക് ഉതുപ്പാൻ അതിലൊന്ന് ഒരു വെള്ളം ആരെങ്കിലും കുടിക്കുന്നത് കണ്ട ഉതുപ്പാന് വളരെയധികം സന്തോഷമാണ് തോന്നുന്നത്. കാരണം എന്താണ്, തൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് മനുഷ്യർ എന്ത് ചെയ്യുന്നു, വെള്ളം കുടിക്കുന്നു എന്നുള്ള ഒരു ആ സന്തോഷം ആർക്കുണ്ടായിരുന്നു, ഉതുപ്പാനുണ്ടായിരുന്നു. പക്ഷേ കാലങ്ങൾ കടന്നു പോയപ്പോൾ നമ്മുടെ ഭരണപരിഷ്കാരങ്ങൾ മാറിയപ്പോൾ നഗരസഭ ഒരു തീരുമാനം എടുക്കുകയാണ് ചെയ്തത്. എന്താണ്, ആ ഒരു പുതിയ പരിഷ്കാരം ഒരു നഗരസഭയിലെ ആ ഒരു പ്രദേശത്ത്, അല്ലെങ്കിൽ നമ്മുടെ നഗരങ്ങൾ വികസിച്ചതിനനുസരിച്ച് ഓരോ പരിഷ്കാരങ്ങൾ വരും അല്ലെ. അപ്പോൾ ആ സമയത്ത് നഗരങ്ങൾ എന്ത് പരിഷ്കാരമാണ് അവിടെ നടത്തിയതെന്ന് നമുക്ക് നോക്കാം. നഗരസഭ ശുദ്ധജല വിതരണത്തിനും മലിനജല വിസർജനത്തിനുമുള്ള പദ്ധതികൾ നഗരസഭ സ്വീകരിച്ചു. ആ കാലത്ത് എന്താണ്, ശുദ്ധജലങ്ങൾ വിതരണം ചെയ്യാനും അതേപോലെ തന്നെ മലിനജല വിസർജനത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ. നല്ലതാണ് അല്ലെ. നമുക്ക് പണ്ട് കാലത്തെ വെള്ളമൊന്നും ഇങ്ങനെ ഇല്ലായിരുന്ന സമയത്ത് എന്ത് ചെയ്തു, നഗരസഭകളിൽ നിന്നാണ് കുഴിവെള്ളം അതായത് കുഴൽ കിണറിൽ കൂടെ അല്ലെ മറ്റേ പൈപ്പുകളിൽ കൂടെ വെള്ളം കൊണ്ടുവന്ന ആ ഒരു പദ്ധതി, അതായത് കുഴിവെള്ള പദ്ധതി എന്ത് ചെയ്തു, നഗരസഭകള് നിശ്ചയിച്ചു. അതിന്റെ ഭാഗമായിട്ട് ആ നഗരസഭ എന്താണ്, ഒരു നിയമം കൊണ്ടുവന്ന് എല്ലാ നഗരങ്ങളിലുള്ള എല്ലാ ജലധാരകളും 30 ദിവസത്തിനകം മുടക്കണമെന്നും അങ്ങനെ ചെയ്യാത്ത പക്ഷം നഗരസഭ ആ ജോലി ചെയ്യുമെന്നും ജലവുടമസ്ഥന് ഈടാക്കുമെന്നും നഗരസഭ തുടക്കമിട്ട് പരസ്യപ്പെടുത്തി. എന്താണ്, ഇങ്ങനെ ആ കാലങ്ങൾ കഴിഞ്ഞ പോലെ നഗരസഭയിലെ വികസനം വന്നപ്പോഴത്തേക്കും അതിലുള്ള നഗരസഭ തീരുമാനം എടുത്തതെന്ന് വെച്ചാല് നമ്മുടെ നിലവിലുള്ള ജലധാരകളല്ല, അതായത് കിണറുകള് അതൊക്കെ എന്താണ്, വേറെ വെള്ളം ഉപയോഗിക്കുന്ന സ്രോതസ്സുകളൊക്കെ എന്ത് ചെയ്യണം, മൂടപ്പെടണം. അതായത് കിണറുകൾ ഉപയോഗിക്കണമെങ്കിൽ കിണറുകൾ എന്ത് ചെയ്യുക, മൂടുക. അതല്ലാതെ എന്ന് വെച്ചാൽ അവർക്ക് നഗരങ്ങളിലെ കുഴിവെള്ള പദ്ധതിയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ കിണറുകളൊന്നും പാടില്ല. അഥവാ ഇപ്പൊ എൻ്റെ ഒരു പുരയിടത്തിൽ ഒരു കിണറുണ്ട്, എനിക്കത് മൂടാൻ താല്പര്യമില്ലെങ്കിൽ എന്ത് ചെയ്യും, 30 ദിവസത്തിനകം നമ്മൾ അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിനുശേഷം നഗരസഭ തന്നെ എന്ത് ചെയ്യും, അത് മൂടേണ്ട ഒരു ഏർപ്പാടുണ്ടാക്കും. പക്ഷെ പേയ്മെന്റ് ആര് കൊടുക്കണം, നമ്മൾ തന്നെ ആ കാശ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത് തന്നെയാണ് നഗരസഭ എന്ത് ചെയ്തത്, അവിടെ പറഞ്ഞത്. അപ്പോൾ ഉതുപ്പാന്റെ ഒരു കിണറുണ്ടായിരുന്നല്ലോ, അപ്പോൾ സ്വാഭാവികമായും അവിടെ ഉതുപ്പാന്റെ കിണറിനും എന്ത് വേണം, മൂടേണ്ടതായിട്ട് വരും. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ കഥ ഇങ്ങനെ പുരോഗമിക്കുന്നത്. ഓക്കെ. അപ്പോ ആ ഉതുപ്പൻ ആ നഗരസഭ എടുത്ത പുതിയ തീരുമാനം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്, നഗരസഭ എടുത്ത പുതിയ തീരുമാനം, നഗരസഭയിൽ എന്താണ് വന്നത്, കുഴിവെള്ള പദ്ധതിയും മലിനജല വിസർജനത്തിനുള്ള ആ ഒരു സംഭവ പദ്ധതി വന്നതുകൊണ്ട് നഗരസഭ ഒരു തീരുമാനമെടുത്തു. അവിടെ മുമ്പ് ഉണ്ടായിരുന്ന, അതായത് നഗരങ്ങളിൽ ഉണ്ടായിരുന്ന ജലധാരകളെല്ലാം എന്ത് ചെയ്യണം, 30 ദിവസത്തിനകം മുടക്കണമെന്നും. ഓക്കെ, മുടക്കണം. അത് നമുക്ക് ചെയ്യാൻ പാടില്ല, അവിടെ നിന്ന് വെള്ളം ഉപയോഗിക്കാൻ പാടില്ല, മൂടണമെന്നും. അങ്ങനെ അല്ലാത്ത പക്ഷം നഗരസഭ തന്നെ അതിന് നേരിട്ടിറങ്ങി അതിനുള്ള കാര്യങ്ങൾ ചെയ്യും. പക്ഷെ അതിനുള്ള കാശ് അതിന്റെ ഉടമസ്ഥയിൽ നിന്ന് അതിനുള്ള ചെലവ് നിന്ന് ഈടാക്കുമെന്നും പ്രഖ്യാപനം വന്നു.
ഈ ഒരു നിയമം വന്നപ്പോൾ ഉതുപ്പാന് സഹിച്ചില്ല. ആരെങ്കിലും സഹിക്കോ? മോളെ പോലെ കരുതുന്ന ആ ഒരു കിണറിന് നാശം സംഭവിക്കാൻ എന്തായാലും സ്വാഭാവികമായിട്ട് ആര് സമ്മതിക്കില്ല? നമ്മുടെ ഉതുപ്പാൻ സമ്മതിക്കില്ല. അപ്പോൾ ഉതുപ്പാൻ എന്ത് ചെയ്തു? അതിന് ഭയങ്കര അദ്ദേഹത്തിന് സങ്കടവും വിഷമവും എല്ലാം വന്നിട്ട് അദ്ദേഹം അതിന്റെ ഭരണാധികാരികളെ ചെന്ന് കാണാൻ പോയി. പക്ഷെ ഒരിടത്ത് നിന്നും ഒരു റൂള് വന്നാൽ നമുക്ക് റൂളാണല്ലേ, അപ്പോൾ ആ ഒരു നിയമം നടപ്പിലാക്കേണ്ട കർത്തവ്യം ആർക്കുണ്ട്? നമ്മുടെ ജനങ്ങൾക്കുണ്ട്. പക്ഷെ ഉതുപ്പാൻ എന്ത് ചെയ്തു? കാണേണ്ടവരെല്ലാം ചെന്ന് കണ്ടു. പക്ഷെ ആ നിയമത്തിന് ഒരു മാറ്റവും സംഭവിച്ചില്ല. അത് അദ്ദേഹത്തിന് ഭയങ്കര വിഷമായി. 30 ദിവസത്തിനകം എന്തായാലും ഇവിടെ ഈ ഒരു കിണറിൽ എന്ത് ചെയ്യണം? വെള്ളം എടുക്കാനും ആർക്കും ഒന്നിനും ഒരു സൗകര്യം കിട്ടത്തില്ല. അപ്പോഴും അതിനെന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? നമുക്ക് മൂടണം അല്ലെ. അപ്പൊ അല്ലെങ്കിൽ അതിന് മുടക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഉതുപ്പാൻ എല്ലാ ഭരണാധികാരികളെയും ചെന്ന് കണ്ടു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റിയില്ല? ഒന്നിനും ഒരു സഹായം കിട്ടിയില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ മിത്രങ്ങളൊക്കെ പറഞ്ഞു, നമ്മളിപ്പോ ഇതിനെ ഉപയോഗിക്കാതെ നമ്മൾ ഇട്ടിരിക്കുകയാണെങ്കിൽ അതിലൊന്ന് കൊതുക് പെരുകി പൊതുജനങ്ങൾക്ക് തന്നെയാണ് ആരോഗ്യക്കുറവ് സംഭവിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുക? മൂടട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഉതുപ്പാൻ നല്ല ഏജായി. അപ്പോഴത്തേക്ക് എന്നാൽ പോലും ഉതുപ്പാൻ ആ ഒരു വിഷമം ഇതുവരെ മാറിയില്ല. അപ്പോ ലാസ്റ്റ് ഉതുപ്പാൻ ഇങ്ങനെയാണ് തീരുമാനിച്ചത്. നന്ദികെട്ട ലോകം എന്ന് ഉതുപ്പാൻ വിചാരിക്കാൻ കാരണമുണ്ടെന്ന്. അതായത് ഈ ഒരു നന്ദികെട്ട ലോകം, അതായത് ഉതുപ്പാൻ അങ്ങനെ ഈ ലോകത്തെ കാണാൻ ഈ നന്ദികെട്ട ലോകം എന്ന് ഉതുപ്പാൻ തോന്നിയതിന് കാരണം എന്താണെന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നാല്, കിണർ മൂടണമെന്ന നഗരസഭയുടെ ഉത്തരവിനെയാണ് ഉതുപ്പാൻ രോഷം കൊണ്ടെങ്കിലും ആരും അയാളെ പിന്തുണച്ചില്ല. കുഴൽവെള്ളം കിട്ടിയപ്പോൾ കിണറിന്റെ കാര്യം എല്ലാവരും മറന്നു. അതുകൊണ്ടാണ് നന്ദികെട്ട ലോകമെന്ന് ഉതുപ്പാൻ പറഞ്ഞത്. മനസ്സിലായപ്പോ കുഴിക്കിണർ, അതായത് കുഴിവെള്ള പദ്ധതി വന്നപ്പോൾ എല്ലാവർക്കും പൈപ്പിൽ കൂടെ വെള്ളം കിട്ടിക്കഴിഞ്ഞപ്പോൾ കിണറിൽ നിന്ന് ആർക്കും എന്തല്ല വേണ്ട, അവർക്ക് ആർക്കും കിണറിൽ നിന്നുള്ള വെള്ളം വേണ്ട, എല്ലാവരും മറന്നു. എന്ന് വെച്ചാൽ അതുവരെ കുളിച്ചുകൊണ്ടിരുന്നതും അതുവരെ വെള്ളം എടുത്തുകൊണ്ടിരുന്നവരെല്ലാവരും എന്തിനെ ആശ്രയിച്ചു? കുഴിവെള്ള പൈപ്പിനെ ആശ്രയിച്ചു അല്ലെ. അപ്പോൾ അതുകൊണ്ടാണ് നന്ദികെട്ട ലോകമാണ് ഇവിടെ ഉള്ളത്, മനുഷ്യർ നന്ദികേട് കാണിക്കുന്ന ലോകമാണെന്ന് നമ്മുടെ ഉതുപ്പാൻ പറയാൻ കാരണം ഇതാണ്. മനസ്സിലായി? എന്താണ്? കുഴിവെള്ളം കിട്ടിയപ്പോൾ കിണറിനെ എല്ലാവരും ഉപേക്ഷിച്ചു. അതുകൊണ്ടാണ് ഈ ലോകം നന്ദി കെട്ടതെന്ന് നമ്മുടെ ഉതുപ്പാൻ പറയാൻ കാരണം. ഇങ്ങനെ മൂടണം എന്ന ആ ഒരു ദിവസം വന്നപ്പോ ഉതുപ്പാൻ അതിയായ സങ്കടവും വിഷമവും എല്ലാം കൂടെ വരികയാണ്. അപ്പോൾ ഉതുപ്പാൻ എന്ത് വിചാരിക്കുന്നു? ഇതിൽ നിന്ന് നമുക്കൊരു കഥ മനസ്സിലാകുന്നത് പ്രകൃതിയും മനുഷ്യനും എത്രത്തോളം അല്ലെ, നമ്മുടെ പ്രകൃതിയിലുള്ളതാണല്ലോ കിണർ എന്ന് പറയുന്ന സംഭവം അല്ലെ, പ്രകൃതിദത്തമായ ജലസ്രോതസ്സാണ്. അപ്പോൾ ഒരു മനുഷ്യനും പ്രകൃതിയും തമ്മിൽ അത്രയ്ക്കൊരു അറ്റാച്ച്മെന്റ് അല്ല, ഒരു ബന്ധം പുലർത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആ ഉതുപ്പാന് പിന്നെ എന്താണ് ഈ തൻ്റെ ഒരു പുത്രി നഷ്ടപ്പെടും അല്ലെങ്കിൽ തൻ്റെ കിണർ നഷ്ടപ്പെടും എന്നുള്ള തോന്നൽ വന്നപ്പോൾ അദ്ദേഹത്തിന് എന്താണ് ഉറക്കം നഷ്ടപ്പെട്ട രാത്രിയാണ്. അപ്പോൾ നഗരസഭ പറയാണ്, പിറ്റേ ദിവസം എന്ത് ചെയ്യുന്നു? ഞാൻ ഇത് മൂടുകയാണ് എന്ന് പറയുന്നതിന്റെ തലേക്ക് ദിവസം നമ്മൾ ഉതുപ്പാൻ ആ കിണറിന് ചുറ്റും നിന്ന് അതിയായി വൃത്തിയാക്കി. അല്ലെങ്കിൽ ഉതുപ്പ എന്ത് ചെയ്യുന്നുണ്ട്? വൃത്തിയാടി കിടക്കുമ്പോൾ കിണറിന് ചുറ്റുമൊക്കെ വന്ന് എല്ലായിടവും വൃത്തിയാക്കി എല്ലാവരുടെ അവിടെ വൃത്തികേടാക്കരുത് എന്നൊക്കെ പറയുന്ന കൂട്ടത്തിലാണ് നമ്മൾ ഉതുപ്പാനുള്ളത്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിലും ഉതുപ്പാൻ എന്ത് ചെയ്തെന്ന് വെച്ചാല്, അദ്ദേഹം ആ ഒരു തലയ്ക്ക് എന്ന് വെച്ചാൽ മൂടപ്പെടുന്നതിന് മുമ്പ് തന്നെ നല്ലപോലെ നമ്മുടെ കിണറിനെയൊക്കെ വൃത്തിയാക്കിയിടുകയും പരിസരമൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം അദ്ദേഹം കിണറിന് ചുറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ തൊട്ടിലാടും പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്റ്റ് ഇല്ലാതെ ഉതുപ്പാൻ നടക്കുകയും പിന്നെ തന്നെ നമ്മുടെ ഉതുപ്പാൻ അതിൻ്റെ ജീവനായ കരുതിയ കിണറ്റിൽ തന്നെ ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്തു. ഇതാണ് ഇതിന്റെ കഥ. അപ്പോഴ് ഉതുപ്പാന്റെ കിണർ നഷ്ടപ്പെടുന്നതിന് ഉതുപ്പാൻ എന്ത് ചെയ്തു? ആ കിണറിൽ അഭയം പ്രാപിച്ചു. അത്രയ്ക്ക് സ്നേഹമായിരുന്നു ഉതുപ്പാൻ എന്ത് ചെയ്തത്? ആ ഒരു കിണറിനോടുള്ളത്. പക്ഷെ എന്ത് ചെയ്തില്ല? ഈ നന്മയില്ലാത്ത ലോകത്ത് മനുഷ്യർക്ക് നല്ലത് വേണ്ടി ചെയ്യുന്ന ഈ മനുഷ്യന്റെ കാര്യം അല്ലെങ്കിൽ ആ ഒരു നല്ല വെള്ളം അല്ലെ, നമുക്ക് കിണറിൽ നിന്ന് കിട്ടുന്ന നല്ലൊരു ജലസ്രോതസ്സാണ്. അപ്പൊ അതിനെ എന്ത് ചെയ്തു? മനുഷ്യൻ തന്നെ മൂടുകയോ അല്ലെങ്കിൽ അവിടെ നിന്ന് ഉപയോഗിക്കാൻ പറ്റാത്ത ആ ഒരു ഗതി വന്നപ്പോൾ നമ്മുടെ ഉതുപ്പാന് സഹിക്കാൻ കഴിഞ്ഞ ഉതുപ്പാതിൽ തന്നെ മരണം, അതായത് ജീവഹത്യ ചെയ്തു. ഇതാണ് നമ്മുടെ ഉതുപ്പാന്റെ കിണറിൽ വരുന്നത്. അപ്പൊ ഇതിൽ 5-6 ക്വസ്റ്റ്യൻസ് ഇതാണ് ഞാൻ പറഞ്ഞു പോയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതിൽ പ്രധാനപ്പെട്ട അത്ര ക്വസ്റ്റ്യൻസ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ ഉതുപ്പാൻ എവിടെയൊക്കെ കാണപ്പെടുന്നു, എവിടെയാണ്? വണ്ടിപ്പേട്ടയിൽ, പിന്നെ അത് തന്നെ ഹോട്ടലുകളുടെ വാതിൽക്കൽ,
പിന്നെ നമ്മുടെ ആൾക്കാർ ഉറങ്ങുമ്പോൾ പട്ടണങ്ങളുടെ പീഡികത്തിണ്ണയിൽ ഇവിടെയൊക്കെയാണ് അദ്ദേഹത്തിനെ കാട്ടും വലിപ്പമുള്ള ചുമരുകളുടെ അല്ലെ കീഴെ ഇവിടെയൊക്കെയാണ് നമ്മളെ ഉതുപ്പാൻ കാണപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ നിത്യജോലി എന്തായിരുന്നു? നിത്യ ജോലികൾ. അദ്ദേഹം ചെറു ജോലികൾ ചെയ്തതിന് ശേഷം അദ്ദേഹം എന്ത് ചെയ്തു? ചെലവഴിച്ചത് പ്രാർത്ഥനയ്ക്കും പിന്നെ വേദോപദേശം കേൾക്കാൻ തുടങ്ങി. പിന്നീട് കുഞ്ഞു കുട്ടികളിലേക്ക് യേശുദേവന്റെ കാര്യങ്ങൾ എത്തിക്കുക അദ്ദേഹം തുടങ്ങി. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ചെറിയ കാശുകളിൽ നിന്ന് എവിടെയാണ് വെച്ചതാന്ന് വരുന്ന നഗരത്തിന്റെ ഒരു മൂലയില് പുതുതായി നിർമ്മിക്കപ്പെട്ട ഒരു റോഡിനരികിൽ ത്രികോണാകൃതിയിലായിട്ട് അവിടെ ഒരു പുരയിടമാണ് അദ്ദേഹം വാങ്ങിച്ചത്. പക്ഷെ അവിടെ എന്ത് ചെയ്തു? അദ്ദേഹം ഒരു കിണറാണ് കുഴിച്ചത് അല്ലെ. സ്വന്തം പുത്രിയെ പോലെ കിണറിന് എന്ത് ചെയ്ത്, അതായത് യുവത്വം തുളുമ്പി നിൽക്കുന്ന ഒരു മകളെ എങ്ങനെയാണ് ശുശ്രൂഷിക്കുന്നത് അതുപോലെയാണ് ആ ഉതുപ്പാൻ തന്റെ സ്വന്തം കിണറിനെ കണ്ടത്. അത് പക്ഷെ എന്ത് ചെയ്തു? നഗരസഭ ആൾക്കാർ അത് കൂടാതെ തന്നെ അവിടുത്തെ ഒരു അമ്മും, അതായത് ഒരു കിഴവി പറയുകയാണ്, ആ ഒരു കിണർ ആദ്യമായിട്ട് ഫുള്ളായപ്പോഴത്തേക്ക് കിണറിന്റെ പണി പുരോഗമിച്ചപ്പോഴേക്കും അവിടത്തുള്ള നമുക്കിതിൽ തന്നെ ആ ഒരു ഭാഷയാണ് കുറച്ച് കിഴവി പറയുന്നത്. തന്റെ പശുക്കളെ അങ്ങോട്ട് വിടരുത്, അവൻ വേണ്ടാത്തടത്ത് വഴിവക്കത്തൊരു കിണർ കുത്തിയെന്നും തന്റെ പശുക്കളെ അങ്ങോട്ട് ഒരിക്കലും വിടരുത്, അവന് അവിടെ വഴിയരികിൽ മാത്രമേ കിണർ കുത്താൻ പറ്റുള്ളൂ എന്നൊരു കിഴവി ആക്ഷേപിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മൾ ഉതുപ്പാനെ. ഓക്കെ, അത് പോരാഞ്ഞിട്ടാണ് നഗരസഭ അല്ലെ ഇവര് കെട്ടിയെടുത്ത് എന്താണ് ഇതിന്റെ ഉതുപ്പാന്റെ കിണറിന് വന്ന നഷ്ടങ്ങൾ എന്തൊക്കെയാണ്? അദ്ദേഹത്തിന്റെ കിണറിലെ ആ കുട്ടികൾ എന്ത് ചെയ്ത് കല്ലും ചപ്പും ഒക്കെ എടുത്ത് എറിയുകയും പിന്നെ കുളിക്കാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ കിണർക്കരയിൽ നിന്ന് തന്നെ കുളിക്കുകയും കൂടാതെ എന്ത് ചെയ്തു? പലതരത്തിലുള്ള നമ്മൾ ആ കിണറ്റിന്റെ ആ കുട്ടികൾ കല്ലെറി എന്നത് കൂടെ പോരാഞ്ഞിട്ടേനെ പല കാര്യങ്ങളും തൊട്ടിയും കപ്പിയും എല്ലാം എന്ത് ചെയ്തു? കുറെ പേരെടുത്തുകൊണ്ടൊക്കെ പോയി. അപ്പോൾ ഇതൊക്കെ ആ ഒരു കിണറിന് സംഭവിച്ച കാര്യങ്ങളാണ്. അങ്ങനെ അവസാനം നഗരസഭ എന്ത് ചെയ്യുന്നു? 30 ദിവസത്തിനുള്ളിൽ കിണറിന്റെ ആ ജലസ്രോതസ് നിർത്തണമെന്ന് ആവശ്യപ്പെടുന്നതിനെ തുടർന്ന് നമ്മുടെ ഉതുപ്പാന് സഹിക്കാൻ കഴിയാതെ വരികയും ഉതുപ്പാൻ പല രീതിയിൽ ശ്രമിച്ചു നോക്കിയെങ്കിലും അതിൽ വിജയം കണ്ടെത്താൻ സാധിച്ചില്ല. അങ്ങനെ എന്ത് ചെയ്യുന്നു? ഉതുപ്പാൻ സ്വന്തമായി നിർമ്മിച്ച തന്റെ സ്വന്തം കിണറിൽ തന്നെ എന്ത് ചെയ്യുന്നു? ജീവിതം അവസാനിപ്പിക്കുന്നതാണ് കഥ. അപ്പോൾ ഇതിൽ ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു, നമ്മുടെ ഒരു ജീവിത പ്രതിസന്ധിയിൽ എങ്ങനെയാണ് ഒരാൾ കടക്കുന്നത്. അതാണ് ഒരു ചെറു കഥ അല്ലെ, ഇതൊരു ചെറിയൊരു കഥയല്ലേ. ആ കഥാരൂപത്തിൽ നമുക്ക് ആര് മനസ്സിലാക്കി തന്നു? ഇതാണ് നോവലും. ഇതിലാണെങ്കിൽ നമുക്ക് മുഖ്യ കഥാപാത്രം എന്ന് പറയുന്നത് ഉതുപ്പാനും കിണറും മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നിഴലുകൾ മാത്രമാണ്, ആരും തന്നെയില്ല. അപ്പോൾ ഈ ഒരു ചെറിയ കഥയിൽ നിന്ന് നമുക്ക് വലിയൊരു പാഠമാണ് ഇതിൽ പഠിക്കാനുള്ളത്. ഇത് ആദ്യത്തെ കഥാതന്തുവിൽ തന്നെ അവർ പറയുന്നുണ്ട്, ഇതിലെ പരമ്പരാഗത ജല ഉറവകളെല്ലാം മൂടാൻ ആ ഒരു സർക്കാർ തീരുമാനിച്ചതിന് ഏറ്റവും വലിയ അബദ്ധമാണ്. എന്ന് വെച്ചാൽ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരു ജല ഉറവയെ അങ്ങനെ കാണാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ഇല്ല. അപ്പോൾ അത് തന്നെ ജനങ്ങൾ ആ ഒരു മനുഷ്യനോട് ചെയ്ത ഏറ്റവും വലിയ ക്രൂരതയായിട്ട് ഇതിലങ്ങ് കാണിക്കുകയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഉതുപ്പാന്റെ കിണറിൽ വരുന്നത്. ഓക്കെ, ഇതിലൊന്ന് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു പാഠഭാഗം ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കുക. ഇതിൽ ഏകദേശം 5 or 6 ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. ഓരോ ക്വസ്റ്റ്യൻ എടുത്താണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന രീതിയിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതുക. ചിലപ്പോൾ 1 word ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇതിലൊന്ന് വരിക, ചിലപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും. എന്നാലും കഥ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഇതൊന്ന് വായിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് രൂപത്തിൽ നമുക്ക് രേഖപ്പെടുത്താം. ഓക്കെ, അടുത്ത ഒരു ക്ലാസ് പുതിയ ഒരു നമ്മുടെ തിയറി പോർഷനുള്ള മലയാളം ചാപ്റ്ററുമായിട്ട് പിന്നെ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.